ചോദിക്കട്ടെ, ഇബ്നു തൈമിയെ മഹത്വവൽക്കരിച്ച ഒരൊറ്റ വലിയന്റെ പേര് പറയും. ഇബ്നു തൈമിയ അക്കാലത്തെ പണ്ഡിതരിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതരായിരുന്നു, സംശയമില്ല. പിന്നെ ആരാ അനുകൂലിച്ചത്? അയാളെ സ്വന്തം ശിഷ്യന്മാര്. പേച്ചുപോയി എന്ന് ലോകം വിധിയേറ്റ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അയാൾ ന്യായീകരിച്ചിട്ടുണ്ട്. ദഹബി പറഞ്ഞിട്ടുണ്ട്. ദഹബി ചില സ്ഥലത്തൊക്കെ എതിർത്തും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ ന്യായീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ ഹാദി സുബ്കി ഇമാമിന് മറുപടി എഴുതിയ ആളാണ്, മുമ്പ് ന്യായീകരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് ന്യായീകരിച്ചിട്ടുണ്ട്. പിന്നെ ആരാ? ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ സമുദ്ധാരകനാണ്, അതാണ് ഇതാണ്. അയാളെ ഞാൻ ആരുണ്ടാക്കിയിട്ടും കാര്യമില്ല, അയാളെ മശായിഖുമാർ എതിർത്തുപോയി. ഞാൻ ചോദിക്കട്ടെ, ഇബ്നു തൈമിയെ മഹത്വവൽക്കരിച്ച ഒരൊറ്റ വലിയന്റെ പേര് പറയും. വിലായത്തിന്റെ അഹ്ലുൽ മശായിഖ് ആരെങ്കിലും ഒരാൾ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, തള്ളി പറഞ്ഞതേ ഉള്ളൂ. ഇബ്നു തൈമിയന്റെ ഇൽമൊക്കെ പാട് എടുത്തു വെച്ചാൽ കേരളത്തിലുള്ള മുഴുവൻ ആലിമ് കൂടിയാലും പതിയാകൂല. കാരണം ആജാതി പരന്നു കിടക്കുന്ന എല്ലാ ഫന്നിലും ആണ്ട് പൂണ്ട് പിടിച്ച ഇൽമ അയാൾക്കുണ്ട്. ഇബ്നു തൈമിയെ ഗുണം പറയാൻ, മദ്ഹ് പറയാൻ ഈമാനുള്ളവന് കഴിയില്ല എന്നാ പറഞ്ഞു. പറഞ്ഞാൽ എന്തില്ല, ഈമാൻ തീരാണ്ടായിട്ടില്ല, പോകുന്നുള്ള പേടില്ല. ഇബ്നു തൈമിയെ സംബന്ധിച്ചു പറഞ്ഞ എല്ലാവരും അദ്ദേഹം ഒരു വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഗണ്ണിച്ചത്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.